അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇന്നത്തെ യാത്ര നമ്മൾ തുടങ്ങുന്നത് പുലിവേന്ദ്ര എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. അതായത് പുലിവേന്ദ്ര എന്ന സ്ഥലത്തേക്ക് കുറച്ച് ദൂരമുണ്ട്, ഏകദേശം ഒരു 5-10 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. അതാണ് പ്രധാനപ്പെട്ട ഒരു സ്ഥലം ഈ പറയാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു പെട്രോൾ പമ്പാണ്. ഇന്നലെ കടന്നുറങ്ങിയത് അവിടെ വണ്ടി ഇതാ കിടക്കണുണ്ടോ. വൈഫും കൊച്ചെല്ലാം റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സോളാർ ഇത് എപ്പോൾ നോക്കിയാലും വെയിൽ കണ്ട അപ്പോൾ നമ്മൾ സോളാർ നിവർത്തി വെക്കും, ചാർജ് ആക്കിക്കൊണ്ടിരിക്കും. അതാണല്ലോ നമ്മുടെ മെയിനായിട്ട്. ഇപ്പോൾ 2-3 ആഴ്ചയായിട്ട് നമ്മുടെ ചെയിനൊക്കെ പൊട്ടിക്കിടക്കണം. അപ്പോൾ പോകുന്ന വഴിക്ക് റെഡിയാക്കണം. ഇടയ്ക്ക് 2-3 പ്രാവശ്യം റെഡിയാക്കിയതാണ്, പിന്നെയും പൊട്ടിപ്പോയി. അപ്പോൾ എന്തായാലും നമുക്ക് പോകുന്ന വഴിക്ക് അതൊക്കെ റെഡിയാക്കാം. നമ്മളെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ പോകുന്ന റോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ISROൻ്റെ റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്ന വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ അവിടെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഈ അടുത്തുള്ള ദിവസങ്ങളൊന്നുമില്ല, ഡിസംബറിലാണ് ലോഞ്ചിങ് ഉള്ളതെന്ന് പറഞ്ഞത്. അപ്പോൾ അതെന്തായാലും അതുവരെ കാത്തിക്കാൻ വേണ്ടി പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ പോകുന്ന വഴിക്കുള്ള മനോഹരമായ കാഴ്ചകളും നമ്മുടെ ആന്ധ്രേൻ്റെ ബോർഡർ കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി സൂപ്പറായിട്ട് കാണിച്ചു തരാം. പിന്നെ ഉണ്ണിമോൻ കുളി കഴിഞ്ഞു, വൈഫ് ഇന്നലെ രാത്രി കുളിച്ചായിരുന്നു. ഇവിടുത്തെ വെള്ളത്തിന് ചെറിയൊരു ഉപ്പിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ വേറൊരു ടാങ്കിൽ അവർ വെള്ളവും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അതെല്ലാം എടുത്തിട്ടാണ് ഇതാക്കിയത്. കിടക്കാനത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് ലോറികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം, കൂടുതൽ യാത്രക്കാർ പോകുന്ന സ്ഥലം ഈ പെട്രോൾ പമ്പിലൊക്കെ കിടക്കുമ്പോൾ ഒരുപാട് ലോറിക്കാരൊക്കെ ഉള്ള സ്ഥലത്ത് പോയി കിടക്കാതിരിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. കാരണം വെച്ചാൽ പല ആൾക്കാരും പല രീതിയിലുള്ള ആൾക്കാർ വന്നിട്ട് നമ്മുടെ വണ്ടീനെ കുറിച്ചും അതും ഇതും ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ആവും. അത് ചിലപ്പോൾ സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും ബുദ്ധിമുട്ടാവും കേട്ടോ. അത് വെച്ചാൽ അവരെ മനസ്സിൽ വേറെ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അതൊരു എന്താ പറയുക, എനിക്കൊരു നല്ലതായിട്ട് തോന്നിയില്ലേ. അപ്പോൾ എന്തായാലും നല്ലൊരു പമ്പാണ്. ഇവിടെയുള്ള സ്റ്റാഫൊക്കെ നല്ല സഹകരണമായിരുന്നു. അവർ നമുക്ക് രാത്രി കുടിക്കാനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ തന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ വിളിച്ചോ എന്നൊക്കെ പറഞ്ഞു അല്ലേ. നന്നായിട്ട് കുളിക്കാൻ പറ്റില്ല ഈ പമ്പിൽ, നല്ല വൃത്തിയുള്ള വൃത്തിയില്ല, നന്നായിട്ട് സൂപ്പറായിട്ട് കുളിക്കാൻ വേണ്ടി പറ്റി. ഇതേ മാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ, നല്ല സൂപ്പർ മാങ്ങയൊക്കെ ഉണ്ട്. അത് പറിച്ച് കളയത്തില്ലേ, പറിച്ച് കളയല്ലേ, ഇത് വലിയതാവുന്നല്ലേ. അതെ അതെ, മൂവാണ്ട് മാവാന്ന് തോന്നുന്നു, വാങ്ങിയാന്ന് തോന്നുന്നു. എന്നാൽ നമുക്ക് പോയാലോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ കുറച്ച് ആൾക്കാർ പറഞ്ഞു നമുക്ക് വണ്ടി പോകുന്ന റൈഡും കാര്യങ്ങളൊന്നും കാണുന്നില്ലാന്ന്. അപ്പോൾ പുതിയ ആൾക്കാരാണ്, അപ്പോൾ പഴയ ആൾക്കാർക്കൊക്കെ അറിയാം, പുതിയ ആൾക്കാരാണ്. നമ്മൾ കുറച്ച് പേരിങ്ങനെ കുറേശ്ശെ നമ്മളെ ഇഷ്ടപ്പെട്ട് വരുന്നുണ്ടല്ലോ. അവർക്ക് വേണ്ടിയിട്ട് വണ്ടി പോകുന്ന 1-2 രംഗങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ. വണ്ടി ഇപ്പോൾ ചവിട്ടാൻ പറ്റത്തില്ല, മോട്ടറിലാണ് പോണേ. അപ്പോൾ മോട്ടറിൽ പോകുന്നതും പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ചവിട്ടുന്നൊക്കെ കാണിച്ചു തരാവേ. അപ്പോൾ ഉണ്ണിമോനെ വണ്ടി എടുത്തോ. ഉണ്ണിമോനാണ് മെയിൻ ഡ്രൈവർ. ഈ മതിലിന്റെ അപ്പുറത്ത് റെയിൽവേ ട്രാക്കാണ് അതല്ലേ. കുളിക്കാൻ അവിടെ നിന്ന് നോക്കുവാണെങ്കിൽ ഫുള്ള് കാണാം. അതെ അതെ, ഇതേ പോകുന്നു നോക്കി. അത് നമുക്ക് കാണിച്ചു കൊടുക്കാം. ബാ, ഇതാണ്ട പോണ്. അപ്പോൾ ഇവിടുന്ന് കറക്റ്റ് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ യാത്ര തുടങ്ങാമല്ലേ പെണ്ണേ. എന്നാ പിന്നെ കയറിക്കോളൂ. നമുക്ക് ഇന്ന് സെല്ലൂരംപേട്ട എന്താ പറഞ്ഞ നേരത്തെ, നേരത്തെ എന്തോ ഒരു സ്ഥലപ്പേര് പറഞ്ഞില്ലേ, ആ സ്ഥലപ്പേരിലേക്കാണ് പോകുന്നത് കേട്ടോ. അതെ, ഉണ്ണിമോൻ അതൊക്കെ സോളാറൊക്കെ തന്നെ മടക്കി വെച്ചു. നമുക്ക് തൊട്ടപ്പുറത്ത് പോയിട്ട് കുറച്ചും കൂടെ ചാർജ് ചെയ്യണം കേട്ടോ. കാരണം വെച്ചാൽ ഒരു ദിവസം ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഒരു 2-3 മണിക്കൂർ ചാർജ് ചെയ്യണം രാവിലെ. ഇതിപ്പോൾ രാവിലെ 6:30 മുതൽ ചാർജ് ചെയ്തതാണ്. അപ്പോൾ ഇനി ഒരു 1.5-2 മണിക്കൂറും കൂടി ചാർജ് ചെയ്താൽ നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ ഏതായാലും പെട്രോൾ പമ്പിൽ കയറാൻ പറ്റും. പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ നമുക്ക് കുറച്ച് നേരം ചാർജ് ചെയ്യാം കേട്ടോ. എത്രയും പെട്ടെന്ന് നമ്മളെ ചാർജിങ് സോക്കറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം അല്ലേ പെണ്ണേ. ചാർജിങ് സോക്കറ്റ് നമ്മളെ ചാർജറൊക്കെ അടിച്ചു പോയിരിക്കുകയാണ്. അതുകൊണ്ട് സോളാർ മാത്രമാണ്. എവിടെയും പ്ലഗ് കിട്ടിയാൽ പോലും നമുക്ക് അല്ലേ. അതിനെക്കുറിച്ച് എന്താ പറയാൻ പറ്റേ. നമുക്കിപ്പോൾ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഈ പമ്പിലൊക്കെ വരുമ്പോൾ നിങ്ങൾ ചാർജ് ചെയ്തോ. ചാർജർ അടിച്ചു പോയതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ ഇല്ല. അല്ലെങ്കിൽ രാത്രി ഫുള്ള് കുത്തി ഇടുവാണെങ്കിൽ ഞങ്ങൾക്ക് രാവിലെ യാത്ര വിടണ്ടായിരുന്നു. അതെ അതെ. അപ്പോൾ പിന്നെ ഭക്ഷണം ഉണ്ടാക്കണ്ടേ നമുക്ക് അല്ലേ. ഭക്ഷണം നമുക്ക് ഇന്ന് പരിപ്പുണ്ട്, പയറുണ്ട്, കടലയുണ്ട്. കടല പറ്റില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അവിടെ പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കാം, രാവിലത്തെ ചായയും കുടിക്കാം, എന്നിട്ട് യാത്ര തുടങ്ങാം അല്ലേ. ഓക്കെ, യെസ്. അപ്പോൾ ഉണ്ണിമോനെ വണ്ടീൻ്റെ ഉള്ളിൽ കയറി ഇരിപ്പുണ്ടേ. ഉണ്ണിമോൻ വണ്ടീൻ്റെ ഉള്ളിൽ കയറി ഇരിപ്പുണ്ട്. വണ്ടി എടുക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഉണ്ണിമോനാണ് മെയിൻ ഡ്രൈവർ കേട്ടോ. അവനെല്ലാം ഉഷാറാണ്. ഉണ്ണിമോൻ കൃത്യമായിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തോളൂ കേട്ടോ, വലിയ കുഴപ്പമില്ലേ. അവന് ജസ്റ്റ് ചിലപ്പോൾ എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വരും.
എന്നാലും ഉഷാറായിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തോളും. ആ പോട്ടെ, അങ്ങനെ പോട്ടെ. അതിനെ ശരിക്കും നന്നായിട്ട് കൺട്രോൾ ചെയ്യാനൊക്കെ പഠിച്ചു കേട്ടോ. അപ്പോൾ ഇന്നലെ ബ്രോ പോട്ടെ, ടാറ്റ, താങ്ക് യു. അപ്പോൾ ആ ബ്രോയൊക്കെ നല്ല ഇതായിരുന്നു. ബ്രോ ഇവിടെ ഈ കൂക്കും വിളിയൊക്കെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇവരുടെ ആതിഥ്യ മര്യാദ എന്തൊക്കെയാണ്, ഇവരോട് അഭിസംബോധന ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണെന്ന് അറിയത്തില്ല കേട്ടോ. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. ഇവിടെ ഒരു ഒറ്റ ലോറികൾ കിടക്കണ്ട, വലിയ ലോറികളാണ് മൊത്തം കിടക്കുന്നത്. ഇതൊക്കെ ഇവിടെ ഇന്നലെ ഹാൾട്ടായിരുന്നു കേട്ടോ, ഒരുപാട് ലോറികൾ. ഉണ്ണിമോനത് അവിടെ നിന്ന് വണ്ടി എടുത്ത് വരാൻ വേണ്ടി പോകുന്നത്. പറയുന്നതൊക്കെ ക്ലിയർ ആവുന്നുണ്ടോ അറിയില്ല. മൈക്ക് ഒന്നുമില്ല കേട്ടോ. നമ്മുടെ യാത്രയ്ക്ക് വലിയ പ്രശ്നങ്ങളാണ്. നമ്മുടെ ബഡ്ജറ്റ് ഏറ്റവും 5000 ഒരു ഫോണും കൊണ്ട് ഇറങ്ങിയതാണ് ഞങ്ങളുടെ യാത്ര. അതിപ്പോൾ ഇവിടം വരെ എത്താൻ പറ്റിയില്ല. 2 സ്റ്റേറ്റ് ഞങ്ങൾ ഇന്നലെ കണക്കൂട്ടി നോക്കി. പോയ റൂട്ടൊക്കെ 1100 കിലോമീറ്ററിന് മുകളിൽ സഞ്ചരിച്ചു കേട്ടോ. പിന്നെ കുഞ്ഞു യാത്രയൊന്നും അറിയത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയതൊക്കെ അറിയത്തില്ല. 1100 കിലോമീറ്ററിന് മുകളിൽ സഞ്ചരിച്ചു ഇപ്പോൾ നമ്മൾ. എന്തായാലും വൈഫും മോനും കൂടെ അതാ വണ്ടി ഓടിക്കുന്നു, ഞാനിതാ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് കുറച്ച് അത്യാവശ്യം വേണ്ടുന്ന വാക്കുകളൊക്കെ പഠിക്കാനുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും വണ്ടി നിർത്തേണ്ട കാര്യങ്ങൾ അതേക്കുറിച്ചൊക്കെ നമുക്ക് കുറച്ച് ഏതായാലും വാക്കുകളൊക്കെ പഠിച്ചു വെച്ചാലേ എൻ്റെ കാര്യം നടക്കത്തുള്ളൂ. ഹിന്ദി പഠിക്കണം, അതുപോലെ ഇപ്പോൾ തെലുങ്ക് പഠിച്ചാൽ നമുക്ക് ഒരു ഏകദേശം ഒരു 1.5-2 മാസത്തോളം എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മുടെ ഈ ആന്ധ്രാപ്രദേശിലല്ല ഉണ്ടാവുക. അപ്പോൾ തെലുങ്ക് കുറച്ച് പഠിച്ചാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഏകദേശം ഇതാവും. അപ്പോൾ ഹിന്ദി നാട്ടിലെത്തുമ്പോൾ ഹിന്ദി പഠിക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് തൽക്കാലം കുറച്ച് തെലുങ്ക് പഠിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അവർ വണ്ടി കയറിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാനും കൂടെ വണ്ടി കയറിയിട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ മെയിൻ ഡ്രൈവിങ് ഇവിടെ നിന്നാണ് കേട്ടോ. അതായത് മെയിൻ ഡ്രൈവർ എപ്പോഴും ഇവിടെ ആയിരിക്കും, ഈ സൈഡിൽ, അതായത് വണ്ടീൻ്റെ ഇടത് സൈഡിൽ. എപ്പോഴും വണ്ടീൻ്റെ വലത് സൈഡിലല്ലേ ഡ്രൈവർമാരിരിക്കുക. പക്ഷേ ഈ വണ്ടി ഗൾഫ് മോഡലായതുകൊണ്ട് വണ്ടീൻ്റെ ഇടത് സൈഡിലാണ് ഇതിൻ്റെ മെയിൻ ഡ്രൈവിങ്. കാരണം ഈ ആക്സിലേറ്റർ എന്ന് പറഞ്ഞാൽ അത് പവറാണ്, അതായത് കയറ്റം കയറാനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് പവറിലുള്ള സാധനമാണ്. മറ്റേ ആക്സിലേറ്റർ എന്ന് പറയുമ്പോൾ അപ്പുറത്തെ വീലിൽ, വലത് സൈഡിലുള്ള വീലിൽ ആ ആക്സിലേറ്റർ എന്ന് പറഞ്ഞാൽ കയറ്റം കയറത്തില്ല, പക്ഷേ സ്പീഡ് കിട്ടും. അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതാ അരിയും കാര്യങ്ങളൊക്കെ വണ്ടീൻ്റെ അടിയിൽ ഇതാ സ്റ്റോക്കാണ്. 10 കിലോ അരി ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ബാക്കിൽ ഒരു 5 കിലോ ഇരിപ്പുണ്ട്. ഇതേപോലെ നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കും. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ സ്റ്റോർ ചെയ്തിട്ടില്ല. കുറച്ച് വെള്ളം ഇവിടെ നിന്ന് എടുക്കണം. വെള്ളം ഒരു ഇച്ചിരി ഉപ്പ് ചുവയുണ്ട്, അപ്പോൾ അതാണ് ഒരു പ്രശ്നം. ഉണ്ണിമോനെ, രാവിലെ കുളിച്ചപ്പോൾ ആ വെള്ളത്തിൽ ഉപ്പ് ചുവ ഉണ്ടായിരുന്നടാ? അത് ആ ടാങ്കിൽ നിന്ന് നമ്മൾ എടുത്തോണ്ടാ, മറ്റേ ടാങ്കിൽ നിന്ന്. ഉപ്പ് അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ നിന്ന് ഇച്ചിരി വെള്ളം എടുത്ത് വെച്ചിട്ട് അത് കുടിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. കുടിക്കാൻ നമുക്ക് ഒരു വെള്ളം ഉണ്ടല്ലോ. അതൊരു ബ്രോ നമ്മളെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അവർ നമ്മുടെ യൂട്യൂബിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുത്ത് വെക്കുകയാണ്. എന്തായാലും നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് യാത്ര തുടങ്ങാം. ഇതേ കണ്ട് നമ്മളിപ്പോൾ നാരായണപുരം എന്ന് പറഞ്ഞ സ്ഥലമാണല്ലോ കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു സൈഡിൽ ഇതാ അവിടെ ഒരു ഹോട്ടലുണ്ടോ, അവിടെ ഒരു ഹോട്ടലിൽ നമ്മൾ കണ്ടുവച്ചു. അപ്പോൾ ഇവിടെ വണ്ടി നിരത്തി. നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് ഒരു 1.5 മണിക്കൂറും കൂടെ ചാർജ് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ. അതുകൊണ്ട് ഇതാ സോളാർ നിവർത്തി വെച്ചിട്ടുണ്ട്. റോഡ് സൈഡിൽ ഒതുക്കിയാണ് വെച്ചിരിക്കുന്നത്. ഇത് 4 വരിപ്പാത കേട്ടോ. ഇവിടെ 2 വരി, അവിടെ 2 വരി ഉണ്ട്. 4 വരിപ്പാതയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാവേ. അപ്പോഴേ ഞങ്ങൾ അവിടെ ഹോട്ടലിൽ പോയി നോക്കുമ്പോൾ ഒരു ഹോട്ടൽ തുറന്നില്ല. പിന്നെ കുറച്ച് ദൂരം നടന്നങ്ങ് പോയി. അവിടെ പോയി നോക്കുമ്പോൾ ഇച്ചിരി വൃത്തിയില്ല കേട്ടോ. അതായത് സ്ഥലമൊക്കെ വളരെ മോശം. അപ്പോൾ എന്ത് ചെയ്തു, ഞങ്ങൾ മനസ്സോട് കൂടിയിട്ട് പൂരി പാർസൽ വാങ്ങി. ഇപ്പോൾ വണ്ടിയിൽ ഇരുന്ന് കഴിക്കാൻ വിചാരിച്ച് ഒരു 6 പൂരി പാർസൽ വാങ്ങിയിട്ട് വന്നു. രാവിലെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് ചോറൊക്കെ ഉണ്ടാക്കി വെക്കാം കേട്ടോ. അതെ. അപ്പോൾ തൽക്കാലം
അതെ അതെ, പെട്രോൾ പമ്പിൽ നമുക്ക് തീ ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ പുറത്തിറങ്ങിയിട്ട് വേണമായിരുന്നു സാധാരണ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉമ്മാവ് ഉണ്ടാക്കാനുള്ള ഇതൊക്കെ തീർന്നു പോയി. അപ്പോൾ ഇനി വാങ്ങണം, വാങ്ങിയിട്ട് വേണം അത് ഉണ്ടാക്കാൻ. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ചോറുണ്ടാക്കാം അല്ലടാ. ഭാഗ്യത്തിന് ഞങ്ങൾ പോയ കടയില് അങ്കിൾക്ക് മലയാളം അറിയായിരുന്നു. 16 വർഷം അവിടെ ഉണ്ടായിരുന്നു. അങ്ങോട്ട് നമ്മൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ജമിനി ഇല്ലടാ, എന്തിനാ പേടിക്കുന്നത്? ഇച്ചിരി ടൈം ഒഴുകുന്നു മാത്രമേ ഉള്ളൂ. അതെ അതെ. അപ്പോൾ ഇതേ പൂരി ഉണ്ട്. പൂരി എന്നാണ് ഈ ഈച്ച പറന്നു പോയ ദൈവമേ. അവിടെ നിറച്ച് ഈച്ചയും ഒരു സ്മെല്ലും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയായിട്ട് അവിടെ നിന്ന് കഴിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് നമ്മൾ പാർസൽ വാങ്ങിയത്. പൂരി നല്ല കണ്ടിട്ട് നല്ല മനോഹരമായ പൂരിയല്ലേ. പക്ഷെ ഈ പൂരീൻ്റെ ഒക്കെ മുകളിൽ ഈച്ച വന്നിരുന്നിരുന്നു കേട്ടോ. അവര് പുതിയത് ഉണ്ടാക്കി തന്നാ. അതെന്താ കൊള്ളത്തില്ലേ? അങ്ങനെയല്ലേ പൂരി. എനിക്ക് അതാ ഇഷ്ടം കേട്ടോ, ഇങ്ങനെ തളർന്ന് കിടക്കുന്നത്. എനിക്ക് ഡ്രൈ പൊരിഞ്ഞിരിക്കണത് എനിക്കിഷ്ടമല്ല. എന്നാൽ നമുക്ക് കഴിച്ചിട്ട് മുന്നോട്ട് പോകാല്ലേ? ഓക്കെ. വേറൊരു കാര്യം പറയാനുണ്ട്. പിന്നെ വീഡിയോസിൽ അടുത്തൊരു വന്നിട്ട് പറയുന്നുണ്ട് കമൻറ്റിൽ, എൻ്റെ കണ്ണിൻ്റെ ലെൻസ് എടുത്ത് മാറ്റാൻ. പക്ഷെ ഇതെനിക്ക് ദൈവം തന്ന കണ്ണാണ്, ലെൻസ് ഒന്നല്ല, ഒറിജിനലാണ്. അത് മാറ്റാൻ പറ്റത്തില്ല. മാറ്റി കഴിഞ്ഞിട്ട് കണ്ണ് കാണാണ്ടാവും. കാഴ്ച പോകും. പിന്നെ അന്തനായിരുന്നു അങ്ങനെ പാട്ടും പാടി നടക്കേണ്ടി വരും. അപ്പോൾ ശ്രോതാക്കളെ, നമ്മളെ സ്നേഹിക്കുന്ന ഒരാളാണ് കേട്ടോ അങ്ങനെ കമൻറ്റ് ഇട്ടിരിക്കുന്നത്. ഇത് ലെൻസല്ല, ജനിച്ചപ്പോൾ കിട്ടിയത്. അതിപ്പോൾ എന്തായാലും മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ ജനിച്ചപ്പോൾ അയ്യേ, നിന്റെ കണ്ണ് നല്ല സൂപ്പർ കണ്ണ, മനോഹരമായി സുന്ദര കണ്ണ നിന്റെ കേട്ടോ. അപ്പൻ്റെ പഴയ കണ്ണ് പോലെ. ഇപ്പോൾ അപ്പൻ്റെ കണ്ണ് മാറി, പഴയ കണ്ണ് പോലെ. ഓക്കെ, അപ്പോൾ ഭക്ഷണം കഴിക്കാം നമുക്ക്. അങ്ങനെ ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ച് നമ്മുടെ ആന്ധ്രയിലെ ആദ്യത്തെ ടോൾ പ്ലാസ എത്തിയിരിക്കുകയാണ് കേട്ടോ. സുല്ലൂർപേട്ട ടോൾ പ്ലാസയാണ്. ഇത് വലുതൊന്നുമല്ല, ചെറുതാണ്. എന്നാൽ വീതിയുണ്ട്, അത്യാവശ്യം വഴിക്കൊക്കെ നല്ല വീതിയുണ്ട്. ഇത് നെല്ലൂർ ഡിസ്ട്രിക്റ്റാണെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് തോന്നലുകൾ മാക്സിമം ഒഴിവാക്കാം. അപ്പോൾ ഇവിടുന്ന് ഗ്രാമങ്ങളിലേക്ക് പോകാനാണെങ്കിൽ ഒത്തിരി ദൂരമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് നമുക്ക് തിരിച്ച് വരാൻ പറ്റില്ല. നമുക്ക് തുടർന്നുള്ള വീഡിയോകളിൽ ഇപ്പോൾ ഗ്രാമങ്ങളെല്ലാം കാണിക്കാം കേട്ടോ. കാരണം നമ്മളെ വണ്ടിക്ക് അത്രയും കിലോമീറ്ററൊക്കെ പോയി തിരിച്ച് വരാനുള്ള ഒരു എന്താ പറയുക, പരിധിക്കുറവുണ്ട്. ഇതുണ്ട്, നല്ല സ്ഥലങ്ങളാണ്. ഇവിടുത്തെ മെയിൻ കൃഷി എന്നൊക്കെ പറഞ്ഞാൽ വത്തക്ക ഒരുപാട് കണ്ടു, പിന്നെ നെൽകൃഷി ഒരുപാട് കണ്ടു, പിന്നെന്താ അങ്ങനെയൊക്കെയാണ് കണ്ടത് കേട്ടോ. അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ കാണാവേ. അപ്പോൾ ഇതാണ് ആദ്യത്തെ നമ്മുടെ ടോൾ പ്ലാസ ആന്ധ്ര. ഇതിലേക്ക് എത്തി ടോൾ പ്ലാസ, ആദ്യത്തെ ടോൾ പ്ലാസ കേട്ടോ. അപ്പോൾ നമുക്ക് ബൈക്കൊക്കെ പോകാൻ വേണ്ടിയുള്ള ഒരു ചെറിയ സ്പേസ് ഉണ്ട്. ആ സ്പേസ് കൂടെ വേണം നമുക്ക് പോകാൻ കേട്ടോ. ഇതുണ്ടോ? അതെ, ഡോറ് തുറന്നു കൊടുക്കും. അപ്പോൾ അവിടുന്ന് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് നമ്മുടെ വണ്ടി ഓയ് എന്ന് പറഞ്ഞിട്ട് നിർത്തിയിരിക്കുന്നുണ്ട്. ഇത് കാശ് വേണ്ട, സൈക്കിള് കേരളന്ന് വന്നിருக்கு. കേരള ടു കാശ്മീർ റൈഡ് പുതുസാ ന്യൂ വണ്ടി. ടോള് രജിസ്ട്രേഷൻ എതുவும் ഇല്ലേ, സൈക്കിൾ തന്നെ. കേരള മിനിസ്റ്റർ ഫ്ലാഗ് ഓഫ് பண்ணி விட்டுருக்குது. அதான் டோலில் ப்ராப்ளம் எதுவும் இல்லை. ஓகே, கூகுள் எல்லாமே இருக்கு. இப்போ 3 month ஆச்சு ஸ்டார்ட் பண்ணியிருக்கு. கேரளா, தமிழ்நாடு, இப்போ ஆந்திரா, இனி காஷ்மீர் வர போகணும். தெலுங்கு தெரியாது, அதான் தமிழ் தெரியும். ഓക്കെ. അപ്പോൾ ഒരു ചേട്ടൻ ഓടി വന്നിട്ട് നമ്മളെ ഇതേതോ വലിയ വണ്ടിയാണ്, 4 വീലർ വണ്ടിയാന്ന് വിചാരിച്ചിട്ട് ഓടി വന്നതാണ്. പക്ഷേ അതെ. അപ്പോൾ അവർ നമ്മൾ ചവിട്ടുന്നതോ പെടലൊന്നും കണ്ടില്ല, വേറൊരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഇടയിൽ കൂടെ ഇങ്ങനെ കയറി വന്നപ്പോൾ അവരും വിചാരിച്ചു ടോൾ പ്ലാസയൊക്കെ കവർ ചെയ്തിട്ട് ഒരു വണ്ടി ഇങ്ങനെ പോകാൻ. അതെ അതെ, ആദ്യത്തെ സംഭവമാണ്. എന്തായാലും നല്ല രസമല്ലേ.
എന്തായാലും ചേട്ടൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ചേട്ടന് പിന്നെ വേറെ ഒന്നും പറയാനില്ല. കാരണം വെച്ചാൽ നോക്കുമ്പോൾ രണ്ടുപേരും ഇതാ 2 ഹാൻഡലും പെഡലെല്ലാം പിടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും സെറ്റാണ്. ഇത് വലിയ ടോൾ പ്ലാസ അല്ല കേട്ടോ, എല്ലാം അത്യാവശ്യം ചെറിയ ഇതുണ്ടോ, ചെറിയ കടയും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഇച്ചിരി തണലുള്ള സ്ഥലത്ത് നോക്കിയിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കഴിച്ചതിന് ശേഷം കുറച്ച് ചാർജും ചെയ്തിട്ട് വേണം പോകാൻ കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു 40 കിലോമീറ്റർ പമ്പോ ഒരു സാധനമില്ല. അപ്പോൾ കുറച്ച് ചാർജ് ആക്കിയിട്ട് അങ്ങ് പോവാം. ഇതുണ്ടോ കുഞ്ഞ കടകളൊക്കെ കണ്ടോ, ചെറിയ കടകൾ. മാഗി നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങി നോക്കാം. ഇവിടെ ഒരുപാട് മൈലാഞ്ചി ഉണ്ട്. മൈലാഞ്ചി ഉണ്ടാവാൻ കാരണം മെയിനായിട്ട് എനിക്ക് തോന്നണേ ഇവിടുത്തെ കാലാവസ്ഥ വരണ്ടതല്ലേ. അപ്പോൾ മൈലാഞ്ചിക്ക് അധികം വെള്ളവും ഇതൊന്നും വേണ്ടി വരില്ല, അതുകൊണ്ടായിരിക്കും തോന്നുന്നു. ഒരുപാടുണ്ട് എല്ലാ സ്ഥലത്തും. പക്ഷെ മൈലാഞ്ചി ഒറ്റൊന്നു പോലും വാടിയത് നമ്മൾ കണ്ടില്ല അല്ലേ? അതെ, മൈലാഞ്ചിയാ. അപ്പോൾ നമുക്ക് നല്ലൊരു സ്ഥലത്ത് നിർത്തിയിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് തുടർന്ന് യാത്ര ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ സുല്ലൂർപേട്ട ടൗണ് കഴിഞ്ഞ് കിലോമീറ്റർ കേട്ടോ. സുല്ലൂർപേട്ട ടൗണ് കഴിഞ്ഞൊരു 1 കിലോമീറ്റർ പറയാൻ വേണ്ടിയിട്ട്, ഈ സ്ഥലത്തിന് പറയാൻ വേണ്ടിയിട്ട് ഒരു പേരില്ല. സുല്ലൂർപേട്ട ടൗണിൻ്റെ അതായത് ആ ഒരു എന്താ പറയുക വലിയ വളവ് കഴിഞ്ഞ് അങ്ങോട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ ടോൾ പ്ലാസയാണ് നമ്മൾ നേരത്തെ കണ്ടത്. അപ്പോൾ സൈഡാക്കി റോട്ടിൽ നിന്ന് കുറച്ച് ഒന്ന് മാറ്റിയിട്ടാണ് നമ്മൾ സൈഡാക്കിയിട്ടുള്ളത്. ഇവിടെ ഒരു ചെറിയ അമ്പലവും നല്ലൊരു സ്ഥലമൊക്കെയാണ്. പിന്നെ ഇവിടെ ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ നമ്മളെ വിളിച്ചു പറഞ്ഞാൽ നമുക്ക് ഇവിടെ സ്ഥലമൊക്കെ ഒരുക്കി തന്ന്, ഇവിടെ കുറേ വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, ഇതാണ്ടാവും ഈ മരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇതെല്ലാം അങ്ങോട്ട് നീക്കിയിട്ട് തന്നു. എന്നിട്ട് വണ്ടി ഇവിടെ ഇട്ടോളം പറഞ്ഞു, തണലത്തിട്ടോളം പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു വെള്ളം എന്താ പറയുക ഇവർക്ക് കോമൺ ആയിട്ട് കിട്ടാൻ ഇവിടുന്ന് സപ്ലൈ ഉണ്ട്, ഒരു വെള്ളത്തിൻ്റെ സപ്ലൈ ഉണ്ട്. ഇതാണോ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. 1 മണിക്കൂർ കഴിഞ്ഞാൽ നിൽക്കും കേട്ടോ. രാവിലെ 7 മണി മുതൽ ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ അത് ഫുൾ ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് ആവശ്യമുള്ളക്കാർക്ക് എടുത്തുകൊണ്ട് പോകാം. നമ്മൾ അവിടെ നിന്ന് കുറച്ച് വെള്ളമൊക്കെ എടുത്തു, ഇതാ നിറച്ച് വെച്ചിട്ടുണ്ട്. അരി ഇതാ വൈഫ് അരി കഴുകിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ചോറുണ്ടാക്കി കഴിക്കാനുള്ള പരിപാടിയാണ്. അതുപോലെ തന്നെ കുക്കറിൽ നമുക്ക് പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. അതായത് അരിന്ന് നമുക്ക് ഈ യാത്രയിലുണ്ടല്ലോ മമ്മീന് കിട്ടിയത് നല്ല ഇതാ, അതായത് പൈസ ഇല്ലെങ്കിലും കുക്കറിൽ തോരൻ വെച്ചിരും മമ്മി. ഭയങ്കര മതിപ്പാണല്ലോ. അപ്പോൾ മമ്മി ഇവിടെ കറി ചോറൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കറി എങ്ങനെയുണ്ട്, എന്താണ് അവസ്ഥ, അതിൻ്റെ രൂപവും കോലമൊക്കെ നമുക്ക് കറി ആയതിനു ശേഷം കാണാം. അത് അരിയാൻ നേരത്തൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ ഇത് ശരിക്കും നമ്മുടെ ഒരു ദിവസത്തെ യാത്രേൻ്റെ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ മൊത്തം ഉള്ളത് കേട്ടോ. ഇനി നമ്മൾ പോകുന്ന ചില റൂട്ടുകളും അതുപോലെ കിടക്കുന്ന എവിടെയാണ്, എപ്പോഴാണ് നമ്മൾ സൈഡാവുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ വീഡിയോയിലുള്ള കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ലൈസൻസും ഇൻഷുറും ടാക്സും കാര്യങ്ങളൊന്നും ഇല്ലാത്ത, സീറ്റ് ബെൽറ്റോ ഹെൽമെറ്റോ ഒന്നും വേണ്ടാത്ത വണ്ടിയും കൊണ്ട് ഈ ടോൾ പ്ലാസയിൽ വന്നപ്പോഴുള്ള അനുഭവം കണ്ടല്ലോ നിങ്ങൾ നേരിട്ട്. അപ്പോൾ ഇതുവരെ അങ്ങനെയായിരുന്നു. കുറേ ടോൾ പ്ലാസകൾ നമ്മൾ സഞ്ചരിച്ചാണ്, ഒരുപാട് ടോൾ പ്ലാസ കേട്ടോ, കുറേ ടോൾ പ്ലാസകൾ ആദ്യമായിട്ടാണ് അങ്ങനെ പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ കാര്യങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. പിന്നൊന്നും പറഞ്ഞൊന്നുമില്ല, ഇവിടുന്ന് എന്താ കാര്യങ്ങളൊക്കെ ചോദിച്ചത്. നിങ്ങൾ വീഡിയോ കണ്ടല്ലോ എന്തായാലും. അപ്പോൾ എത്രത്തോളം സൗണ്ട് ക്ലാരിറ്റി കിട്ടുന്നുണ്ടെന്ന് അറിയത്തില്ല, കാരണം നല്ല സൗണ്ടാണ് വണ്ടിയൊക്കെ പോകുന്നതുകൊണ്ട്. അപ്പോൾ നോയ്സൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന വീഡിയോ കൊണ്ട് ഉൾപ്പെടെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം നമ്മൾ റൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ വണ്ടി പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്താം. അപ്പോൾ അതെ, ഇവിടെ അടിക്കുന്ന കാറ്റിന് പോലും ഭയങ്കര ചൂടാട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഡോറൊക്കെ തുറന്നിട്ട് കാറ്റ് കിട്ടുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല, എന്നാലും കുഴപ്പമുണ്ട്. അപ്പോൾ നമുക്ക് വിസിലിൽ 2 വിസിൽ ഊതി കഴിഞ്ഞു. കുക്കറിൽ 2 വിസിൽ ഊതി കഴിഞ്ഞു, 3 അല്ലേ ഊതി കഴിഞ്ഞു. അതിനിപ്പോൾ ഇനി ഒരു 2 കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം രൂപ ആവും അല്ലേ? വെന്തെന്ന് തോന്നുന്നു. ഒന്നും കൂടെ ആയിക്കോട്ടെ. പിന്നെ കടുകുട്ടികളുണ്ടോ? കടുകുണ്ട്. വെളുത്തുള്ളി ഇല്ല, കടുകില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കടുക് പൊട്ടിക്കുന്നത്. അപ്പോൾ കടുക് പൊട്ടിക്കാൻ വെളുത്തുള്ളിയും കടുകും ഒന്നും ഇല്ലെങ്കിൽ കുറച്ച് വെല്ലുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് എണ്ണയിലിട്ട് മൂപ്പിച്ചങ്ങ് ഇട്ടാൽ മതി. അതാണ് അതിൻ്റെ കടുക് പൊട്ടിക്കൽ. കോഴിയും കോഴിക്കുഞ്ഞുങ്ങളും കൂടെ മണ്ണ് വന്നതാണ്. അതെ, അവർ ഇതേപോലെ കഷ്ടപ്പാടൊന്നുമില്ല, എവിടെന്നെങ്കിലും കൊത്തിപ്പറിക്ക് സൂപ്പറായിട്ട് ജീവിച്ചോളൂ. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഭക്ഷണം ഉണ്ടായതിനു ശേഷം കാണാം. അപ്പോൾ അതേ നമ്മൾ കറിയൊക്കെ ആക്കി ചോറായി. ഇതുണ്ടായോ നല്ല പരിപ്പ് കറി കേട്ടോ, പരിപ്പും തക്കാളിയും ഉള്ളിയും കൂടെ ഇട്ട്. അതെ, കടുക് പൊട്ടിക്കാത്ത
പരിപ്പ് കറി. പരിപ്പ് കറി എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഇതെങ്ങനെയുണ്ടെന്ന് നോക്കണോ അല്ലേ? എന്നാ ഉണ്ണിമോനെ തന്നെ നോക്കിയിട്ട് ചോറ് കൂട്ടി തിന്നിട്ട് എങ്ങനെ അഭിപ്രായം പറ. നല്ല ചൂടാ, പക്ഷെ കൈ ഒരു പറ്റി വെക്കുമ്പോ തന്നെ നല്ല ചൂടാ. അതെയോ? അപ്പോൾ ഇച്ചിരി പറ്റ് കൂട്ടി 2-3 പറ്റ് കൂട്ടിയിട്ടൊന്ന് തിന്നിട്ട് എങ്ങനെ ടേസ്റ്റ് നോക്കി. മമ്മീൻ്റെ കുക്കറി ആണോ? മമ്മീൻ്റെ കുക്കറി കറി. അതെ, കുക്കറി കറി അല്ലേ? പണ്ടത്തെ ടേസ്റ്റ് ഒന്നുമില്ല, എന്നാലും വലിയ തിരക്കേടില്ല. ടേസ്റ്റ് ഉണ്ടായിരുന്നല്ലേ? അല്ല, അത് പക്കാ മോശം, ഇത് അതിനെക്കാട്ടും. അതെയോ? എടാ വെറുതെ തള്ളല്ലടാ. അപ്പം കേരളം കഴിയുന്നോളം വരെ ഭാരത പര്യടനം കഴിയുന്നോളം വരെ ഉണ്ടാക്കി തരുന്നത് കഴിക്കേണ്ടതാ. അതല്ലേ? അപ്പൊ എന്നാ കഴിക്കാം, കഴിച്ചിട്ട് പോവാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്രയൊക്കെ കഴിഞ്ഞു. ഇന്ന് യാത്ര വഴിയിലാണ്. വഴിയിലെന്ന് വെച്ചാൽ രക്ഷപ്പെട്ടു. അതെ, അതായത് നമ്മൾ വിചാരിച്ച പോലെ ഇന്നലെ ഏകദേശം ചാർജ് കഴിഞ്ഞായിരുന്നു. പിന്നെ രാവിലെ ചാർജ് ആക്കിയിട്ടൊന്നും കറക്റ്റ് ആയില്ല. അതായത് ചാർജിങ്ങിൻ്റെ ഇടയ്ക്ക് വണ്ടി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടോ. അപ്പോൾ അതുകൊണ്ട് ചാർജിങ് കറക്റ്റ് ആയിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ അവിടെ വണ്ടി സൈഡാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു വീടിൻ്റെ സൈഡിലാണ് കേട്ടോ. ചോദിച്ചു, ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട്. ഇത് ഒരു ഹൈവേ ആണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് കിലോമീറ്റർ പോകണം നമുക്ക്. പെട്രോൾ പമ്പിലേക്ക് കുറച്ച് കിലോമീറ്റർ പോകണം. അപ്പോൾ അവിടെ എത്തില്ല, അതും 6 മണിയൊക്കെ കഴിയും. അപ്പോൾ ഞങ്ങൾ ഇവിടെ കടന്നുറങ്ങാനുള്ള പരിപാടിയാണ്. കാട്, 2 സൈഡും കാടാണ് കേട്ടോ. പിന്നെ ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ പോയാലേ നമുക്ക് പമ്പുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇവിടെ കടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. ഇവിടുത്തെ അച്ഛനും അമ്മയൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ. വലിയ സപ്പോർട്ട് വെച്ചാൽ അവർ നല്ല സ്നേഹമുള്ള മനുഷ്യരാണ്. വണ്ടി ഇവിടെ ഇട്ടോളാന്നൊക്കെ പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് തെലുങ്കറിയില്ല, അവർക്കും നമ്മുടെ ഭാഷ അറിയില്ല. എന്നിട്ട് ഞങ്ങള് പിന്നെ ഗൂഗിളിനോട് ജെമിനിയോട് ചോദിച്ച് ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് അവർക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മ അറിയാം, അമ്മയ്ക്ക് മലയാളം അറിയാമെന്ന്. നല്ല വിറ്റായിരുന്നു. എന്തായാലും സന്തോഷം. ഞങ്ങൾ ഇനി ഇവിടെ കടന്നുറങ്ങിയിട്ട് ഇപ്പോൾ നാളെ രാവിലെ പോകാനുള്ള പരിപാടിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നല്ല ഗ്രാമങ്ങളിലെ കാഴ്ചകളൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. കാരണം വെച്ചാൽ നമ്മുടെ വണ്ടി ഗ്രാമങ്ങളിലേക്ക് ഒത്തിരി ഒരു 10-100 കിലോമീറ്റർ പോകേണ്ടി വരും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി. അപ്പോൾ അതിനുള്ള ഒരു സെറ്റായിട്ടില്ല വണ്ടി. അപ്പോൾ അത് എന്തായാലും ഉടനെ ആക്കിയിട്ട് നമുക്ക് ആ കാഴ്ചകളൊക്കെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താം. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഒക്കെ മാക്സിമം ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഫേസ്ബുക്കിൽ നമ്മുടെ വീഡിയോ കാണുന്നവർ ആ കമൻറ്റ് ബോക്സ് എടുക്കാൻ നേരത്തെ ഒരു സ്റ്റാറിൻ്റെ ചിഹ്നം കാണാം. ആ സ്റ്റാർ പൈസ ഒന്നും കൊടുക്കണ്ട, ഒരു 10 സ്റ്റാർ വീതം എല്ലാവരും അയച്ചു തരുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അതിന് പൈസയൊന്നും മുടക്കൊന്നുമില്ല. ജസ്റ്റ് ചുമ്മാ സ്റ്റാറിൽ ടിക്ക് ചെയ്ത് സെൻഡ് ചെയ്താൽ മാത്രം മതി. അതിൽ $100-300 സ്റ്റാറിനൊക്കെ പൈസ കൊടുക്കണം. പക്ഷേ ഒരു 10 സ്റ്റാറൊക്കെ അയക്കുന്നതിന് പൈസ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് തരികയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ എന്തായാലും സന്തോഷമായിട്ടിരിക്കുന്നു, നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ യാത്രയൊക്കെ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ നല്ലൊരു കുഞ്ഞൊരു കുളമൊക്കെ ഉണ്ട് കേട്ടോ. നോക്കി, നല്ലൊരു കുഞ്ഞൊരു കുളം. അപ്പോൾ മീനൊക്കെ ഇങ്ങനെ തുള്ളി കളിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര തന്നെ അതെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്.